Plus 1 Mathematics Chapter 1 Sets. This is Part 12 video. Part 11 Complement of a set നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എക്സസൈസ് 1.5 ആദ്യത്തെ രണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ എക്സസൈസ് 1.5 3 to 7 വരെയുള്ള പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ട് 11 കണ്ട ശേഷം മാത്രം പാർട്ട് 12 കാണുക. Complement of a set. Let A is equal to set 1, 3, 4, 5, 7 and U equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Now A complement is defined as U minus A. A complement is equal to U minus A. That's equal to set 1, 2, 3, 4, 5, etc. 10 minus A. A is set 1, 3, 4, 5, 7. അപ്പോൾ നമ്മൾ ഈ U എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും ഈ എലമെൻസിനെ അതായത് 1, 3, 4, 5, 7 ഈ എലമെൻസിനെ ഡിലീറ്റ് ചെയ്യണം. റിമൈനിങ് എലമെൻറ്റ്സ് ആർ 2, 6, 8, 9, 10. So A complement equal to set 2, 6, 8, 9, 10. Exercise 1.5 third problem. Taking the set of natural numbers as the universal set, write down the complements of the following sets. First one, set of all x that x is an even natural number. Here U equal to universal set is equal to set of all natural numbers, that is equal to set 1, 2, 3, 4, 5 etc. And given set is set of all x such that x is an even natural numbers. Even natural numbers are 2, 4, 6, 8 etc. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് അതായത് U minus A complement equal to U minus A, that is equal to 1, 3, 5, 7 etc. അതായത് ഈവൻ നമ്പേഴ്സിനെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. റിമൈനിങ് നമ്പേഴ്സ് ആർ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. റോസ്റ്റർ ഫോമിൽ ഇതുപോലെ എഴുതാം, അല്ലെങ്കിൽ ഈ സെറ്റിനെ തന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ ഇതുപോലെ നമുക്ക് എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കോംപ്ലിമെന്റ് വരുന്നത് സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് A complement is 1, 3, 5, 7, 9 etc. Now second one, A is equal to set of all x such that x is an odd natural numbers. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവല്ലോ. സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കോംപ്ലിമെൻ്റ് ഏതാ? സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. Okay, odd natural numbers are 1, 3, 5, 7 etc. Now A complement equal to U minus A, that is equal to set 2, 4, 6, 8 etc. That is set of all x is that x is an even natural number. Odd natural numbers ആണ് നമ്മുടെ സെറ്റ് A. അതിൻ്റെ കോംപ്ലിമെൻ്റ് വരുന്നത് സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. Now third one, A is equal to set of all x such that x is a positive multiple of 3. Multiple of 3. X is a positive multiple of 3. So A is equal to set 3, 6, 9, 12 etc. A complement is 1, 2, 4. 3 എഴുതാൻ പാടില്ല അവിടെ, കാരണം 3 എന്റെ അകത്തുണ്ട്. 4, 5 പിന്നെ 6 എഴുതാൻ പാടില്ല. 7, 8, 9 ഇതിൻ്റെ എന്റെ അകത്തുണ്ട്, അതുകൊണ്ട് A കോംപ്ലിമെന്റിൽ 9 ഉണ്ടാവത്തില്ല. 10 etc. നമ്മൾ ഇതുപോലെ റോസ്റ്റർ ഫോമിൽ എഴുതുന്നതിനേക്കാളും നല്ലത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നതാണ്. ഇവിടെ A is set of all x so that x is a positive multiple of 3. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? x is not a multiple of 3. Set of all x so that x belongs to n and x is not a multiple of 3. ഇവിടെ ഇങ്ങനെ n എഴുതാൻ കാരണം നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ n ആണ്. So x belongs to n and x is not a multiple of 3. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നതാണ് നമുക്ക് എളുപ്പം. Now fourth one, A is equal to set of all x such that x is a prime number. ഇപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ? Set of all x such that x is not a prime number. Now next one, fifth one, A is equal to set of all x such that x is a natural number divisible by 3 and 5. ശ്രദ്ധിക്കണേ, divisible by 3 and 5. And ആണ് ഇവിടെ ഇരിക്കുന്നത്. divisible by 3 ആയിരിക്കണം, ആ നമ്പർ divisible by 5 ആയിരിക്കണം. ഒരേ സമയം 3 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടണം, 5 കൊണ്ടും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടണം. ആ നമ്പേഴ്സാണ് എന്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ? 15, 30, 45 etc. ഈ നമ്പേഴ്സാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ ഇരിക്കുന്ന ഈ സെറ്റ്
യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സെറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ഓർ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3 ആ നമ്പേഴ്സിന്റെ സെറ്റാണ്. 3, 6, 9, 12, 15, 18, 30, 45 ഈ എലമെന്റ്സ് ഒക്കെ ഡിവിസിബിൾ ബൈ 3 ആയ നമ്പേഴ്സാണ്. ഇനി ഇവിടെ ഈ വയലറ്റ് കളർ റൗണ്ടിൽ വരുന്ന വയലറ്റ് കളർ സർക്കിളിൽ വരുന്ന നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ദീസ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 5, 10, 20, 25, 35, 15, 30, 45 etc. are divisible by 5. These numbers are divisible by 3 and these numbers are divisible by 5. Now this is intersection of these two sets. This intersection consists numbers which are divisible by both 3 and 5. Okay, so numbers which are divisible by 3 and 5 are 15, 30, 45, 60, 75 etc. Now these are numbers in n which are not divisible by 3 and not divisible by 5. ഈ പുറത്തിരിക്കുന്ന ഈ നമ്പേഴ്സ് 3 കൊണ്ടും ഡിവിസിബിൾ അല്ല, 5 കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് ആണ്. These numbers are divisible by 3 only. These numbers are divisible by 5 only. These numbers are divisible by 3 and 5. ഓക്കെ, ഇപ്പം നമ്മുടെ സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ് നമ്മുടെ സെറ്റ്. 15, 30, 45, 60, 75 etc. ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സ് ഉണ്ടാകും, ഈ എലമെന്റ്സും ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സും ഈ എലമെന്റ്സും ഉണ്ടാകും. ഓക്കെ, അതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ്. 15, 30, 45, 60, 75 etc. ഇതിന്റെ കോംപ്ലിമെന്റിൽ ഈ എലമെന്റ്സിന് പുറത്ത് വരുന്ന എല്ലാ എലമെന്റ്സും കോംപ്ലിമെന്റിന്റെ അകത്ത് ഉണ്ടാവണം. സോ A is 15, 30, 45, 60, 75 etc. A complement is 1, 2, 3 etc. 14 വരെ ഉണ്ടാകും. 15 എഴുതാൻ പാടില്ല, കാരണം 15 എന്റെ അകത്തുണ്ട്. പിന്നെ 16, 17 etc. ഇവിടെ ഇല്ലാത്ത എലമെന്റ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. These are numbers which are not divisible by 5 or not divisible by 3. Okay, this number 3 is not divisible by 5. So it belongs to A complement. 1 is not divisible by 3. 1 is not divisible by 5. 2 is not divisible by 3. 2 is not divisible by 5. 3 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് ഇവിടെ വരും. 5 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സും ഇവിടെ വരും. So A complement equal to set of all x such that x belongs to n, x is not divisible by 3 or x is not divisible by 5. ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. x is not divisible by 3 or x is not divisible by 5. So A complement is set of all x such that x belongs to n, x is not divisible by 3 or not divisible by 5. Now sixth one, A is equal to set of all x such that x is a perfect square. So what is A complement? A complement is set of all x such that x is not a perfect square. Now here perfect squares are 1, 4, 9, 16, 25 etc. Not perfect square. These are numbers which are not perfect squares. So A complement is set 2, 3, 5, 6, 7, 8, 10 etc. ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, അടുത്തത് 36, 6 സ്ക്വയർ. ഈ ഫോമിൽ അല്ലാത്ത നമ്പേഴ്സ് ആണ് നമ്മളിവിടെ എ കോംപ്ലിമെന്റിന്റെ അകത്ത് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എ കോംപ്ലിമെന്റ് എഴുതുന്ന സമയത്ത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നതാണ് നമുക്ക് എളുപ്പം. Set of all x such that x belongs to n and x is not a perfect square. Okay, A is set of all x such that x is a perfect square. A complement is set of all x such that x belongs to n and x is not a perfect square. Now seventh one, A is equal to set of all x such that x is a perfect cube. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? A complement is set of all x such that x belongs to n and x is not a പെർഫെക്റ്റ് ക്യൂബ്. ഇവിടെ ഇരിക്കുന്നത് പെർഫെക്റ്റ് ക്യൂബ്, ഇവിടെ ഇരിക്കുന്നത് പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്ത നമ്പേഴ്സ്. ഓക്കെ, എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് കിട്ടും. പെർഫെക്റ്റ് ക്യൂബും അല്ലാത്ത നമ്പേഴ്സും രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം സെറ്റ് കിട്ടും. Now these are perfect cubes. 1 cube, 2 cube is 8, 3 cube is 27, 4 cube is 64, 5 cube is 125. ഇവിടെ ഇരിക്കുന്നത് പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്ത നമ്പേഴ്സ് ആണ്. ഇത്രയും നമ്പേഴ്സിനെ എന്നിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എ കോംപ്ലിമെന്റ് കിട്ടും. n minus a is a complement. Next problem, a is equal to set of all x such that x plus 5 equal to 8. ഇപ്പോൾ എന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കാം.
എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 8 മൈനസ് 5. ഈ 5നെ ഇപ്പുറത്തേക്ക് എടുക്കണം. ഇവിടെ പ്ലസ് 5 ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ minus 5. 8 minus 5 is equal to 3. So A is equal to set of all x such that x is equal to 3 or A is equal to set 3. അപ്പോൾ എയുടെ അകത്ത് ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ, 3 എന്ന് പറഞ്ഞ എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ കോംപ്ലിമെന്റിന്റെ അകത്തോ 3 അല്ലാത്ത ബാക്കി എല്ലാ നമ്പേഴ്സും എ കോംപ്ലിമെന്റിന്റെ അകത്ത് ഉണ്ടാകും. അതായത് 1, 2, 3 എഴുതാൻ പാടില്ല. 1, 2, 4, 5, 6, 7 etc. So A complement is set of all x such that x belongs to n and x is not equal to 3. 3 അല്ലാത്ത എല്ലാ നാച്ചുറൽ നമ്പേഴ്സും A കോംപ്ലിമെന്റിന്റെ അകത്ത് ഉണ്ടാകും. A is equal to set 3. A complement is 1, 2, 4, 5, 6, 7 etc. Now next is A equal to set of all x such that 2x plus 5 equal to 9. Now 2x plus 5 equal to 9 implies 2x equal to 9 minus 5 which is equal to 4. So 2x equal to 4 which implies x is equal to 4 by 2 which is equal to 2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടുന്നത് 2 ആണ്. സോ എ ഈക്വൽ ടു സെറ്റ് 2. എന്റെ അകത്ത് ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ, അതേതാ 2 ആണ്. A is equal to set 2. A is equal to set of all x such that x belongs to n and x is equal to 2, that is equal to set 2. Okay, now A complement is set of all x such that x belongs to n and x is not equal to 2. 2 അല്ലാത്ത ബാക്കി എല്ലാ നാച്ചുറൽ നമ്പേഴ്സും A കോംപ്ലിമെന്റിന്റെ അകത്ത് ഉണ്ടാകും. Now next is A is equal to set of all x such that x is greater than or equal to 7. Now, this set is equal to set 7, 8, 9, 10 etc. Okay, x is greater than or equal to കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ x equal to 7 കൂടി എടുക്കണം. ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് വരും? 8, 9, 10 etc. So A is equal to set 7, 8, 9, 10 etc. Now A complement is n minus a. അപ്പോൾ എന്നിൽ നിന്നും ഈ എലമെന്റ്സിനൊക്കെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6. So A complement is set of all x such that x belongs to n and x is less than 7. ഇവിടെ x greater than or equal to 7. A complementൽ വരുന്നത് x less than 7. So A complement equal to set 1, 2, 3, 4, 5, 6. Now A is equal to set of all x such that x belongs to n and 2x plus 1 greater than 10. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യണം. 2x plus 1 greater than 10 implies 2x is greater than 10 minus 1. 1നെ ഇപ്പുറത്തേക്ക് എടുക്കുക. 10 minus 1. 10 minus 1 is 9. So 2x is greater than 9. So x is greater than 9 by 2. Dividing both sides by positive number 2, we get x is greater than 9 by 2. That is x is greater than 4.5. So 4.5ന് ശേഷം വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ് A എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് ഉണ്ടാവുക. x is greater than 4.5 and x belongs to n. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 4.5ന് ശേഷം വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 5, 6, 7, 8, 9, 10 etc. ഓക്കെ, ഇവിടെ 4, 5ന്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് 4.5 വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകണം. കാരണം എന്താ? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 4.5. സോ എ കൺസിസ്റ്റ് 5, 6, 7, 8, 9, 10 etc. So A is equal to set of all x such that x belongs to n and x is greater than 4.5. That is set 5, 6, 7, 8, 9 etc. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്റിന്റെ അകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാകും? A complement is n minus a. എന്നിൽ നിന്നും ഈ എലമെന്റ്സ് മൊത്തം ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കി ഉണ്ടാകുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2, 3, 4. So A complement equal to set 1, 2, 3, 4. Now fourth one, if u equal to set 1, 2, 3, 4, 5, 6, 7, 8, 9 and A is equal to set 2, 4, 6, 8. B equal to set 2, 3, 5, 7. Verify that A union B whole complement equal to A complement intersection B complement. Second one, A intersection B whole complement equal to A complement union B complement. ഈ ലോസിന്റെ പേരെന്താ? ഡി മോർഗൻസ് ലോ. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലമാണ്. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന പ്രോബ്ലമാണിത്. നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെന്റ് ഇസ് യു മൈനസ് എ. ഓക്കെ, യു ഇസ് 1, 2 etc. 9 minus a is set 2, 4, 6, 8.
ഇപ്പോൾ ഇവിടുന്ന് 2, 4, 6, 8 ഡിലീറ്റ് ചെയ്യണം. റിമൈനിങ് നമ്പേഴ്സ് ആർ 1, 3, 5, 7, 9. Okay, so A complement is set 1, 3, 5, 7, 9. Now B complement is U minus B. U is set 1, 2, 3, etc. 9. Minus B is set 2, 3, 5, 7. ഇപ്പോൾ ഇവിടുന്ന് 2, 3, 5, 7 ഡിലീറ്റ് ചെയ്യണം. Remaining elements are 1, 4, 6, 8, 9. Okay, 2, 3, 5, 7 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്ന elements 1, 4, 6, 8, 9. Okay, so B complement is set 1, 4, 6, 8, 9. Now A complement intersection B complement is set 1, 3, 5, 7, 9. Intersection set 1, 4, 6, 8, 9. A complement B complement നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ intersection എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക? കോമൺ എലമെന്റ്സ് ആണ് ഉണ്ടാവേണ്ടത്. എ കോംപ്ലിമെന്റിലും ഉണ്ടാവണം, ബി കോംപ്ലിമെന്റിലും ഏതൊക്കെ എലമെന്റ്സ് ആണോ ഉള്ളത് ആ എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷൻ്റെ അകത്ത് വരുന്നത്. കോമൺ എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷൻ്റെ അകത്ത് വരുന്നത്. 1 ബിലോങ്സ് ടു ഫസ്റ്റ് സെറ്റ്, 1 ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ്. 3, 5, 7 ഒന്നും ഇവിടെ ഇല്ല. 9 belongs to first set, 9 belongs to second set. So intersection consists elements 1, 9. So A dash intersection B dash is equal to set 1, 9. Let it be equation 1. Now we have to find A union B. Okay, set A union set B. യൂണിയൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എയിലിരിക്കുന്ന എല്ലാ എലമെന്റ്സും എഴുതണം, ബിയിലിരിക്കുന്ന എല്ലാ എലമെന്റ്സും എഴുതണം. സോ എ യൂണിയൻ ബി ഈക്വൽ ടു 2, 3, 4, 5, 6, 7, 8 എലമെന്റ്സ് ഒറ്റൊരു പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ എ യൂണിയൻ ബി ഇസ് സെറ്റ് 2, 3, 4, 5, 6, 7, 8. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് എ യൂണിയൻ ബി. U is set 1, 2, 3, etc. 9 minus A union B. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. A union B is set 2, 3, 4, 5, 6, 7, 8. ഈ എലമെന്റ്സിനെ യുയിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. 2, 3, 4, 5, 6, 7, 8. Remaining elements are 1 and 9. So answer is set 1, 9. Now let it be equation number 2. Now compare 1 and 2. Okay. From 1, A dash intersection B dash is set 1, 9. From equation 2, A union B whole complement is set 1, 9. രണ്ടും സെയിം അല്ലേ ഇരിക്കുന്നത്. സോ A union B whole complement equal to A complement intersection B complement. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസറായി. ഇനി രണ്ടാമത്തെ പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യാനുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? A intersection B whole complement is A complement union B complement. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യാം. Now second one. In second one, we have to prove that A intersection B whole complement is A complement union B complement. A complement is നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. A complement is set 1, 3, 5, 7, 9. B complement അതായത് യുയിൽ നിന്നും 2, 3, 5, 7 ഡിലീറ്റ് ചെയ്യണം. Remaining elements are 1, 4, 6, 8, 9. Now first we have to find A complement union B complement. ഒന്നെങ്കിൽ LHS അല്ലെങ്കിൽ RHS ആദ്യം കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇവിടെ RHS ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. A complement union B complement. ഇപ്പോൾ ഈ രണ്ട് സെറ്റിലെ എല്ലാ എലമെന്റ്സും ഇവിടെ എഴുതണം. 1, 3, 4, 5, 6, 7, 8, 9. So A complement union B complement is set 1, 3, 4, 5, 6, 7, 8, 9. Let it be equation 1. ഇനി നമ്മൾ LHS കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം A intersection B കണ്ടുപിടിക്കണം. A intersection B is common elements of A and B. എയിലും ഉണ്ടാവണം, ബിയിലും ഉണ്ടാവണം. ആ എലമെന്റ് ആണ് എ ഇന്റർസെക്ഷൻ ബിന്റെ അകത്ത് ഉണ്ടാവല്ലേ. അതേതാ ഇവിടെ 2. ഈ എലമെന്റ് 2 എന്റെ അകത്തുണ്ട്, 2 ബിന്റെ അകത്തുണ്ട്. ആ ഒരു ഒറ്റ എലമെന്റ് മാത്രമേ ഇവിടെ കോമൺ ആയിട്ടുള്ളൂ. സോ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. സോ യു മൈനസ് സെറ്റ് 2. യുയിൽ നിന്നും ഈ 2 എന്ന് പറഞ്ഞ എലമെന്റിനെ ഡിലീറ്റ് ചെയ്യണം. റിമൈനിങ് എലമെന്റ്സ് ആർ 1, 3, 4, 5, 6, 7, 8, 9. So A intersection B whole complement is set 1, 3, 4, 5, 6, 7, 8, 9. Let it be equation number 2. Now compare 1 and 2. രണ്ടും same set ആണ്. So we have A intersection B whole complement equal to A complement union B complement. Okay, ഈ രണ്ട് സെറ്റും സെയിം സെറ്റ് ആണ്. ഇവിടെ A complement union B complement ആണ് ഈ സെറ്റ്. ഇവിടെ ഇരിക്കുന്നത് A intersection B whole complement. So we have A intersection B whole complement is equal to A complement union B complement. Now fifth one, draw the Venn diagram for each of the following. First one, A union B whole complement. Second one, A complement intersection B complement.
ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ബൈ ഡി മോർഗൻസ് ലോ വി ഹാവ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. Now third one A intersection B whole complement and fourth one A complement union B complement. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ, നമുക്കതും കൂടെ ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഏതാ വെൻ ഡയഗ്രാം വരയ്ക്കേണ്ടത് A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ്. Now consider two sets A and B. Now this shaded region is A union B. ഓക്കെ, ഇവിടെ വൈറ്റിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ റീജിയൻ മൊത്തം എന്താ A യൂണിയൻ B. എയുടെ എല്ലാ എലമെന്റ്സും ഉണ്ടാകും, ബിയുടെ എല്ലാ എലമെന്റ്സും എ യൂണിയൻ ബിന്റെ അകത്ത് ഉണ്ടാകും. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ പുറത്ത് വരുന്ന റീജിയൻ ആണ്. ഓക്കെ, ഈ റിമൈനിങ് റീജിയൻ ആണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. യു മൈനസ് എ യൂണിയൻ ബി. യു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ വരുന്ന റീജിയൻ ഈ റിമൈനിങ് റീജിയൻ ആണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ് ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്ത റീജിയൻ. ഓക്കെ, ഇതാണ് ആദ്യത്തെ പ്രോബ്ലത്തിന്റെ ആൻസർ. ഫസ്റ്റ് വൺ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്, അതിന്റെ വെൻ ഡയഗ്രാം ആണിത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം ആണ്. നമുക്കൊന്ന് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും വെൻ ഡയഗ്രാമിൽ വരക്കാം. അതിനുശേഷം ഇതെന്താന്ന് നോക്കാം. എ കോംപ്ലിമെന്റ് യു മൈനസ് എ. മൊത്തം യുയിൽ നിന്നും എ എന്ന് പറഞ്ഞ സെറ്റിനെ ഡിലീറ്റ് ചെയ്യണം. ഈ റീജിയൻ ആണ് എ കോംപ്ലിമെന്റ്. ഓക്കെ, വൈറ്റിൽ ഷെയ്ഡ് ചെയ്ത മൊത്തം റീജിയൻ ആണ് എ കോംപ്ലിമെന്റ്. എ എന്ന് പറഞ്ഞ സർക്കിളിന്റെ പുറത്ത് മാത്രമേ ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. എ എന്ന് പറഞ്ഞ സർക്കിളിന്റെ അകത്ത് ഷെയ്ഡ് ചെയ്യരുത്. ഈ സർക്കിളിന്റെ പുറത്താണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. നൗ ബി കോംപ്ലിമെന്റ് ഇസ് യു മൈനസ് ബി. ഇപ്പൊ ബി എന്ന് പറഞ്ഞ സർക്കിളിന്റെ പുറത്ത് വരുന്ന റീജിയൻ മാത്രമേ ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഈ രണ്ട് റീജിയന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെയും ഷെയ്ഡ് ചെയ്തിരിക്കണം, ഇവിടെയും ഷെയ്ഡ് ചെയ്ത പാർട്ട് ഒന്ന് മനസ്സിലാലോചിച്ച്, ഈ രണ്ടിന്റെ കോമൺ ഏരിയ ആണ് നമ്മൾ ഇന്റർസെക്ഷന്റെ അകത്ത് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെയും ഷെയ്ഡ് ചെയ്ത പാർട്ടായിരിക്കണം, ഇവിടെയും ഷെയ്ഡ് ചെയ്ത പാർട്ടായിരിക്കണം. അത് ഏതാ പാർട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റീജിയൻ അതിന്റെ അകത്ത് വരില്ല, കാരണം ഇവിടെ അത് ഷെയ്ഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ റീജിയൻ ഇന്റർസെക്ഷന്റെ അകത്ത് വരില്ല, കാരണം ഇവിടെ നമ്മളത് ഷെയ്ഡ് ചെയ്തിട്ടില്ല. രണ്ട് ഫിഗറിന്റെയും കോമൺ ഏരിയ, കോമൺ ഷെയ്ഡഡ് ഏരിയ ആണ് വേണ്ടത്. അത് വരുന്നത് ഇവിടെ ഇല്ല ഏരിയ ആണ്. അതായത് ഈ രണ്ട് കേർവ്സിന്റെയും പുറത്ത് വരുന്ന ഏരിയ ആണ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇനി ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നൗ തേർഡ് വൺ, ഫസ്റ്റും സെക്കൻഡും ആണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നോക്കിയത്. ഇതിൽ നമ്മൾ തേർഡും ഫോർത്ത് വൺ ആണ് നോക്കുന്നത്. തേർഡ് വൺ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇന്റർസെക്ഷൻ നമുക്കറിയാം, എയുടെയും ബിയുടെയും കോമൺ പാർട്ടാണ്, ഈ കോമൺ റീജിയൻ ആണ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈ റീജിയൻ മാത്രം ഷെയ്ഡ് ചെയ്യാൻ പാടില്ല, ഇതിന്റെ പുറത്ത് വരുന്ന മൊത്തം ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ ലൈൻസ് വരച്ച് വെച്ചേക്കണം. അതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇവിടെ ഇരിക്കുന്ന ഈ റീജിയൻ എ ഇന്റർസെക്ഷൻ ബി, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിന്റെ പുറത്ത് വരുന്ന ഈ റീജിയൻ ആണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇനി നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. ഇതാണ് എ കോംപ്ലിമെന്റ്. എ എന്ന് പറഞ്ഞ കേർവിന്റെ പുറത്ത് വരുന്ന റീജിയൻ ആണ് എ കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് യു മൈനസ് ബീസ് ബി കോംപ്ലിമെന്റ്. ഇപ്പൊ ഈ രണ്ട് സെറ്റിന്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കണേ, ഈ പാർട്ട് ഇവിടെ ഇല്ല, ഈ പാർട്ട് ഇവിടെ ഇല്ല. ഇപ്പൊ യൂണിയൻ എടുക്കുന്ന സമയത്ത് ഈ പാർട്ട് മാത്രം ഷെയ്ഡ് ചെയ്യാണ്ട് കിടക്കും, ബാക്കി പാർട്ട് മൊത്തം ഷെയ്ഡ് ചെയ്തിട്ട് വരും. സോ ദിസ് ഇസ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. Now comparing these two, we have A intersection B whole complement is equal to A complement union B complement. Hence De Morgan's law. Now sixth one, let U be the set of all triangles in a plane. If A is the set of all triangles with at least one angle is different from 60 degree, what is A dash? ഇവിടെ U എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്, എല്ലാ ടൈപ്പ് ട്രയാങ്കിൾസും യുവിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റില് ഇരിക്കുന്ന ട്രയാങ്കിൾസിന്റെ കണ്ടീഷൻ എന്താ? എ ഇസ് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഇസ് ഡിഫറെന്റ് ഫ്രം 60 ഡിഗ്രി. അറ്റ്ലീസ്റ്റ് വൺ മീൻസ് വൺ ഓർ മോർ ദാൻ വൺ. വൺ ആംഗിൾ, ടു ആംഗിൾസ്, ത്രീ ആംഗിൾസ് ആർ ഡിഫറെന്റ് ഫ്രം 60 ഡിഗ്രി. ഒന്നെങ്കിൽ ഒരു ആംഗിൾ 60 ഡിഗ്രി അല്ലാണ്ടിരിക്കും, അല്ലെങ്കിൽ രണ്ട് ആംഗിൾസ് 60 ഡിഗ്രി അല്ലാത്ത ട്രയാങ്കിൾസ്, അല്ലെങ്കിൽ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രി അല്ലാത്ത ട്രയാങ്കിൾസ് ആണ് എന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, ഒന്നെങ്കിൽ ഒരു ആംഗിൾ 60 ഡിഗ്രി അല്ല, ഓർ ടു ആംഗിൾസ് ആർ നോട്ട് ഈക്വൽ ടു 60 ഡിഗ്രി, ഓർ ത്രീ ആംഗിൾസ് ആർ നോട്ട് ഈക്വൽ ടു 60 ഡിഗ്രി.
അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റിന്റെ അകത്ത് വരുന്ന ട്രയാങ്കിൾസ് ഏത് ടൈപ്പ് ട്രയാങ്കിൾസ് ആയിരിക്കും? എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾസ് ആണ് എ കോംപ്ലിമെന്റിന്റെ അകത്ത് വരുന്നത്. എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അകത്താണ് ആംഗിൾ 60 ഡിഗ്രി വരുന്നത്. എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വരുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അകത്താണ്. സോ എ കോംപ്ലിമെന്റ് കൺസിസ്റ്റ് സെറ്റ് ഓഫ് ഓൾ ഇക്വിലാറ്ററൽ triangles. A is equal to set of all triangles with at least one angle different from 60 degree. A is the set of all triangles which are not equilateral triangles. So A complement is set of all triangles with each angle equal to 60 degree. That is equal to set of all equilateral triangles. ഇതാണ് നമ്മുടെ A. Okay, one or more than one angle is not equal to 60 degree. Now this is A complement. This set consists equilateral triangles. ഈ സെറ്റിന്റെ അകത്ത് equilateral triangles മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. Here A complement is set of all equilateral triangles. Now 7th one. Fill in the blank to make each of the following a true statement. Okay. എ യൂണിയൻ എ കോംപ്ലിമെന്റ്. എയും അതിന്റെ കോംപ്ലിമെന്റും ചേർത്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? ആൻസർ ഇസ് യു. ഓക്കെ, എ യൂണിയൻ എ കോംപ്ലിമെന്റ്. എ എന്ന് പറഞ്ഞ റീജിയനും എ കോംപ്ലിമെന്റ് ഇത് മൊത്തം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യു. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് യു. ആൻഡ് വി നോ ദാറ്റ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് നൾ സെറ്റ്. A intersection A complement is null set. Second one, complement of null set intersection A. What is complement of null set? U. U is the complement of null set. Complement of null set is U minus null set which is equal to U. So complement of null set intersection A is U intersection A which is equal to A. A intersection A complement is null set. U complement intersection A. U complement is U minus U which is null set. So this is equal to null set intersection A. Null set intersection A is null set because there is no common elements between null set and A. Null set ന്റെ അകത്ത് elements ഒന്നുമില്ല, അതുകൊണ്ട് common elements ഉണ്ടാവത്തില്ല. So null set intersection A is equal to null set. ബ്ലാക്ക് ബോർഡിൽ ഇരിക്കുന്നതെല്ലാം നോട്ട്സിൽ നന്നായിട്ട് എഴുതണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. കോംപ്ലിമെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് പ്രോബ്ലംസ് എഴുതിയിട്ട് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.